വൈറ്റമിൻ B12 ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും എനർജി ലെവൽ കുറയും. കാരണം എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B12. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B12. അപ്പോൾ വൈറ്റമിൻ B12 കുറയുമ്പോൾ കൈകാലുകളിൽ മരപ്പ്, പെരുപ്പ്, ഒരു നീഡിൽ വെച്ചൊക്കെ കാലിൻ്റെ അടിയിൽ കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അതുപോലെ മെമ്മറി ലോസ് വരാം, ഓർമ്മക്കുറവ്, കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ, മൂഡ് സ്വിങ്സ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാം. വെയിറ്റ് ലോസ് സംഭവിക്കാം. നാവിന് ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, എന്ത് ഭക്ഷണം കഴിച്ചാലും ടേസ്റ്റ് തോന്നാത്തൊരവസ്ഥ വരാം. നാവ് സാധാരണ കളറിൽ നിന്നും കൂടുതൽ ചുമന്ന കളർ വരാം, റെഡ് ടങ്കായിട്ട് മാറാം. അതുപോലെ വായിലെല്ലാം അൾസേഴ്സ് വരാം, മൗത്ത് അൾസേഴ്സ് വരാം. B12 ചുവന്ന രക്താണുക്കളുടെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ വൈറ്റമിൻ B12 കുറയുമ്പോൾ സ്കിന്നിലൊക്കെ പെയിൽനെസ് വരാം. അതുപോലെ കിതപ്പ്, കാഴ്ച മങ്ങുക, ഹാർട്ട് ബീറ്റ് കൂടുക, ഇത്തരം അവസ്ഥകളും കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൊതുവെ വെജിറ്റേറിയൻസിൽ വൈറ്റമിൻ B12 കുറവായിരിക്കും. അതുപോലെ തന്നെ അനീമിയ പോലുള്ള അവസ്ഥകൾ ഉള്ളപ്പോൾ വൈറ്റമിൻ B12 കുറയാം. അതുപോലെ ഏജ് കൂടുന്നതിനനുസരിച്ച് വൈറ്റമിൻ B12 ശരിയായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടാം. കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്കും വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ ശരിയായിട്ട് നടക്കില്ല. അതുപോലെ ചില മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സമ്മതിക്കില്ല. ഇതിന്റെ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നതാണ്. അത് കൂടുതലും ആനിമൽ പ്രോഡക്ട്സിലാണ് വൈറ്റമിൻ B12 കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ മുട്ടയുടെ മഞ്ഞ, തൈര്, ചീസ്, ചില മീനുകളിൽ, അതായത് അയല, മത്തി, ചൂര പോലുള്ള മീനുകളിൽ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B12 ശരിയായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ B12 കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അയണും ഫോളേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ബീൻസ്, ഫ്ലാക്സ് സീഡ്സ്, ഉലുവ, ആൽമണ്ട്സ്, ചീര, മാതളം, മറ്റ് ഇലക്കറികളെല്ലാം തന്നെ അയണും ഫോളേറ്റും എല്ലാം അടങ്ങിയതാണ്. ബീറ്റ്റൂട്ട്, ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈറ്റമിൻ B12 കുറവാണോ എന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കും. തീരെ വൈറ്റമിൻ B12 കുറവാണെങ്കിൽ, ഭക്ഷണത്തിലൂടെ അബ്സോർബ് ചെയ്യുന്നില്ല എങ്കിൽ ഓറൽ സപ്ലിമെന്റ് ആയിട്ടും വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻസ് ആയിട്ടും ഒക്കെ എടുക്കുന്നതായിരിക്കും. എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതിനു വേണ്ട ചികിത്സ തേടുക.